അതിന് മേളിലിരുന്നു. ഹായ് ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചെങ്കിൽ നമ്മളൊന്ന് മാംഗ്ലൂർ വരെ പോവാണ്. എൻ്റെ മമ്മിക്കൊരു 2 വർഷമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം മമ്മീനെ ഡോക്ടറുടെ അടുത്തൊന്ന് കാണിക്കണം, മാംഗ്ലൂർ AJ ഹോസ്പിറ്റലിൽ. അവിടെ ആട്ടോ മമ്മി ചെക്കപ്പിന് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇതാട്ടോ എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പപ്പ വരുന്നില്ല, മമ്മീനെ മാത്രം വിളിച്ചുകൊണ്ട് കേട്ടോ. പപ്പയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും ഒട്ടും ഇഷ്ടമില്ല പപ്പയ്ക്ക്. അപ്പം പപ്പയോട് ബായി ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മമ്മി പപ്പയോട് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിക്കണം, ഞങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യല്ലോ, എന്നില്ലെങ്കിൽ പപ്പ ഒന്നും എടുത്ത് കഴിക്കത്തില്ല കേട്ടോ, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം പപ്പയോട് നമ്മൾ ബായി ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇപ്പം മാംഗ്ലൂരിലേക്ക് പോവാണ്. അപ്പോൾ മാംഗ്ലൂർ പോകുന്ന വഴി എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ മാംഗ്ലൂരിലേക്ക്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ റോഡാണ് മാണി ടു കല്ലടക്ക എന്ന് പറഞ്ഞ സ്ഥലം വരെ. ഒരു സൈഡിൽ നിന്ന് ബ്രിഡ്ജിൻ്റെ പണി ആയിക്കൊണ്ടുണ്ട് കേട്ടോ, മറ്റേത് കുണ്ടും കുഴിയും മൊത്തം. നമ്മൾ പകുതി പേഷ്യൻ്റായിട്ട് ഇവിടുന്ന് പോയെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേന് നമ്മൾ ഫുൾ പേഷ്യൻ്റായി മാറും കേട്ടോ, അതേപോലെയാണ്. അതായത് അത്രയ്ക്കും റോഡ് മോശമാണ്, കൂടെ മഴയും കൂടിയല്ലേ. ഒരു സൈഡിൽ നിന്ന് റോഡ് ശരിയായിക്കൊണ്ട് വരുമ്പോൾ മറ്റേ സൈഡ് കഴിഞ്ഞ വർഷം കിട്ടിയത് കുറച്ചായിട്ട് പോയി തുടങ്ങും. അപ്പോൾ ക്രിസ്റ്റി ആണെങ്കിൽ വൊമിറ്റ് ചെയ്തു കേട്ടോ, ഒരു 2-3 തവണ വൊമിറ്റ് ചെയ്തായിരുന്നു. അപ്പം ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ അടുക്കാറായി. ഇതാട്ടോ AJ ഹോസ്പിറ്റൽ. ഇവിടെ ഡോക്ടർ നിതേഷ് ഭണ്ഡാരി, അതാട്ടോ മമ്മീനെ കാണിക്കുന്ന ഡോക്ടർ. നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പം മാത്രം ഒരു 3 മാസം കഴിഞ്ഞ് കേട്ടോ. മമ്മി ടാബ്ലറ്റ് എടുക്കുന്നതൊക്കെ മെല്ലെ നിർത്തിയോണ്ടായിരിക്കും മമ്മിക്ക് പെട്ടെന്ന് വയ്യാതെയായി. മമ്മിക്ക് നടക്കാൻ തന്നെ കുറച്ചിപ്പോൾ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മമ്മിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മമ്മി റിട്ടയർഡ് ANM ആണ്, കടമ്പ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ മമ്മി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മമ്മി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മമ്മിക്ക് വയ്യാതായി കേട്ടോ, എന്തെടുക്കാനല്ലേ. അപ്പം ഇതാട്ടോ ഡോക്ടർ നിതേഷ് ഭണ്ഡാരി. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എഴുതി തന്നു. അങ്ങനെ ഫാർമസിയിൽ നിന്ന് ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് മമ്മിക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ബിഗ് ബസാറിലേക്കാട്ടോ. സിറ്റി സെൻറ്റർ ഉണ്ട് ഇവിടെ, ഞങ്ങൾ അവിടെ പോയില്ല, അതിന് പകരം ബിഗ് ബസാറിലേക്കാട്ടോ പോയത്. ഇനി ക്രിസ്റ്റിയുടെ ദിവസമാണ് കേട്ടോ, ഇനി കുറച്ച് നേരത്തിന് ക്രിസ്റ്റിയുടെ സമയങ്ങളാണ്. അപ്പം നമ്മളിന്ന് ഒരു കുഞ്ഞു ബേബീനെ കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അശ്വേട്ടയ്ക്കും ജിത്തുവിനും സെക്കൻഡ് ബേബി ജനിച്ചിട്ടുണ്ട്, ബോയ് ആണ്. അപ്പം കുഞ്ഞിനെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉടുപ്പ് വാങ്ങാമെന്നോർത്ത് ഇങ്ങനെ ജസ്റ്റ് വീട്ടിലിടുന്നൊക്കെ ഉടുപ്പ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റി എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കുറച്ച് മീൻസ് ഇങ്ങനെ സ്റ്റോറേജ് ബോക്സ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാനിനി സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല, കുറച്ചൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. ഞാനിവിടെ ടിഫിൻ ബോക്സൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കേട്ടോ. അല്ലാതെ ഞാൻ ടിഫിൻ ബോക്സൊക്കെ നോക്കി, ഇവിടെ നോക്കിക്കെ മറ്റേ ബൈ 1 get 1 ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടിഫിൻ ബോക്സിൻ്റെ ആ സൈഡിലൊക്കെ. അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ നോക്കിയപ്പോൾ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, ബൈ 1 get 1 ഫ്രീ. പക്ഷേ അജയപ്പോൾ പറഞ്ഞ വേണ്ട, നമുക്ക് അവിശേട്ടയുടെ കടയിൽ നിന്ന് ടിഫിൻ ബോക്സ് വാങ്ങുന്നത്. അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടയുടെ കടയിൽ, ചേട്ടയ്ക്ക് കടയുണ്ട് കേട്ടോ, അവിടെ ടിഫിൻ ബോക്സൊക്കെ ഉണ്ട്. ഞാൻ ഈ ബൈ 1 get 1 ഫ്രീ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ സ്റ്റോപ്പ് ആവുമേ. എന്നിട്ട് അവിടെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ ഇനി താഴെ പാർക്കിംഗ് സെക്ഷൻ അവിടെ പോവാട്ടോ. കാരണം നമ്മൾ ലിഫ്റ്റിലായിട്ടോ പോകുന്നത്. മമ്മി നല്ലപോലെ മടുത്ത് കേട്ടോ, കാരണം കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. പക്ഷെ മമ്മി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, എന്നാലും മടുത്തു പോയി. മമ്മിക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട്. പിന്നെ ഞങ്ങളെല്ലാവരും വിശന്ന് പണ്ടാരടങ്ങിയിരിക്കും കേട്ടോ, കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ പറ്റിയതും ഇല്ലായിരുന്നു. ക്രിസ്റ്റി പിന്നെ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് തന്നെ ഒരു കേക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനി നേരെ കഴിക്കാൻ വിടണം. ഉച്ചയായി, രാവിലെ ഫുഡ് കഴിച്ചില്ല, ഇനി ഉച്ചക്കത്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് കുഡ്ല റെസ്റ്റോറൻറ്റിലേക്ക് പോയി കേട്ടോ. ആദ്യം ഞങ്ങൾ കയറിയത് വെജായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവർ പറഞ്ഞു നോൺ വെജ് മുകളിലാണെന്ന്. ഞങ്ങൾക്കത് മറന്നും പോയായിരുന്നു കേട്ടോ. അങ്ങനെ ക്രിസ്റ്റിക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് ചിക്കൻ ഉറുവൽ. പിന്നെ ഈ മെനു മൊത്തം വാങ്ങിച്ച് നോക്കിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന പരിപാടിയില്ലേ, അത് സ്ഥിരം ഞങ്ങൾക്കും ഉള്ളതാട്ടോ. മെനു മൊത്തം വാങ്ങിച്ച് പിന്നെ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളൊന്നും കഴിച്ചില്ല.
ക്രിസ്റ്റി മറ്റേ മയോനീസ് ചോദിക്കുന്ന ഒരു ഇതാട്ടോ. അവന് മയോനീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മച്ചി, അതായത് എൻ്റെ മമ്മി കൊടുത്തത് അവന് സലാഡാട്ടോ. നമ്മൾ മയോനീസ് ഒന്നും ഇതിൻ്റെ കൂടെ വന്നില്ല. അപ്പം സലാഡ് നമ്മൾ മയോനീസാന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കി. പക്ഷേ അവനതൊക്കെ മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ബേബിയെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ജിത്തു KMC ഹോസ്പിറ്റലിലാട്ടോ, ജ്യോതിയിൽ, മാംഗ്ലൂരിൽ തന്നെ. അവിടെയാട്ടോ ഡെലിവറി ആയി കിടക്കുന്നത്. അപ്പോൾ ജിത്തുവിൻ്റെ അക്ഷേട്ടയുടെ സെക്കൻഡ് ബേബിയാണ്. ഫസ്റ്റ് ബേബി ബോയ് ആട്ടോ. അപ്പം ഇവിടെ ഹോസ്പിറ്റലിലെ ഡെലിവറി വാർഡാണല്ലോ. അവിടെ എല്ലാ റൂമിലും ഓരോ ബേബി, അതായത് പിങ്ക് ബലൂൺ ഇൻഡിക്കേറ്റ്സ്, അതായത് പറയുന്നത് ഗേൾ ബേബി എന്നല്ലേ. അതേപോലെ ബ്ലൂ ഉള്ളത് ബോയ് ബേബിക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ആക്കി കിടപ്പുണ്ട്. ഇവിടെ എല്ലാ കുഞ്ഞു ബേബീസും ഉണ്ട് കേട്ടോ, അതായത് കുഞ്ഞുവാവകളുണ്ട് കേട്ടോ എല്ലാ റൂമിലും. അങ്ങനെ നമ്മൾ ജിത്തുൻ്റെ അക്ഷേട്ടയുടെ റൂമിലെത്തി. ഹോസ്പിറ്റലിലും കണ്ടാ. ബേബിയുടെ പേരെന്നാ? ബേബി എന്തിയേ? അപ്പോൾ ആൻറ്റോയും നമ്മുടെ കൂടെ ലിഫ്റ്റ് വരെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ ആൻറ്റോയ്ക്ക് ചെറിയൊരു പനിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റോടൊക്കെ ബായ് പറഞ്ഞ്, എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. തലവേദന എന്ന് വെച്ചാൽ നല്ല അടിപൊളി തലവേദനയായിരുന്നു കേട്ടോ. ക്രിസ്റ്റി അമ്മച്ചിയും പുറകിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഇടയ്ക്കൊന്ന് ബിഗ് ബസാർ പോയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല.